എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് നമ്മുടെ ജയന്റ് ആളാണെങ്കില് ആ വലിയ കപ്പല് അതങ്ങനെ തൂക്കിയെടുത്ത് മറ്റൊരു കപ്പലിലേക്ക് വലിച്ചെറിയും. രണ്ട് കപ്പലും കൂട്ടിയിടിച്ച് ഒരുപാട് നേവി ഫോഴ്സ് വെള്ളത്തിൽ മുങ്ങും. അതിൽ ചില സോൾജിയേഴ്സിന് കാര്യമൊന്നും പിടികിട്ടില്ല. ഇദ്ദേഹം നമ്മുടെ വൈസ് അഡ്മിറൽ അല്ലേ, ഇദ്ദേഹത്തിന് എന്തു പറ്റി, ഇദ്ദേഹം എന്തിനാ നമ്മുടെ കപ്പൽ തന്നെ ആക്രമിക്കുന്നേ? ഇത് കേട്ട് മറ്റു ചില സോൾജിയേഴ്സ് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ഇപ്പൊ ലൈബ്രറി അത് മുഴുവനായിട്ടും കത്തി എരിയാണ്. പക്ഷെ അവിടെയുള്ള ആർക്കിയോളജിസ്റ്റ് അവര് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല. അവരവരുടെ ഫുൾ പവർ എടുത്ത് അവരെ കൊണ്ട് പറ്റാവുന്നത്രയും ബുക്സ് അത് അടുത്തുള്ള ലേക്കിലേക്ക് വലിച്ചെറിയും. അവരുറച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഈ ബുക്സ് അത് നശിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും ബുക്സ് നമ്മൾ സേവ് ചെയ്യണം. നമ്മുടെ അയർലാൻഡിന്റെയും ഫ്യൂച്ചറിന്റെയും ഒക്കെ തന്നെ വലിയൊരു കണ്ടുപിടുത്തവും നിധിയുമാണ് ഈ ബുക്സ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് റോബിൻ, അവളാണെങ്കില് ആ ജയന്റ് മാനെ നോക്കി കരഞ്ഞു കൊണ്ടേയിരിക്കും. ഇവിടെ ജയന്റ് ആണെങ്കില് അവളെ രക്ഷപ്പെടുത്താനാണ് ഫൈറ്റ് ചെയ്യുന്നത്. ജയന്റ് ഫുൾ കലിപ്പില് അവളോട് നിലവിളിച്ചു പറയും, റോബിൻ ഓടിക്കോ, ഇനി ഒട്ടും സമയമില്ല, ഈ ഒരു വോഹാറ ഐലൻഡ് അത് മുഴുവനായിട്ടും നശിക്കാൻ പോവാണ്. ഉള്ളിൽ ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലും അവള് ജീവന് വേണ്ടി അവിടുന്ന് കുതിച്ചു പായാനായിട്ട് ആരംഭിക്കും. അവളുടെ തൊട്ട് പിന്നിലായിട്ട് അവൾ കാണും അവളുടെ ഐലാൻഡ് അത് മുഴുവനായിട്ടും തീ അങ്ങനെ വിഴുങ്ങുന്നത്. റോബിനാണെങ്കില് അവളുടെ അമ്മയെക്കുറിച്ചായിരിക്കും ആലോചിക്കുക. അവൾ അവസാനമായി അമ്മയെ കെട്ടിപ്പിടിച്ച കാര്യം അതൊക്കെ ഓർത്ത് അവൾ ഓടി ഓടി ആ ഇവാക്വേഷൻ ഷിപ്പിന്റെ തൊട്ടടുത്തെത്തും. അവൾ അങ്ങനെ ഓടി ഷിപ്പിന്റെ അടുത്തെത്തുന്ന കാര്യം അത് നേവി ചീഫ് ഓഫീസേഴ്സ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ കപ്പലിലുള്ളവര് അവര് ദേഷ്യപ്പെട്ടു പറയും, ഇവളും ആ ടീമിലുള്ളവളാണ്, വോൾവിയയുടെ മകളാണ് ഇവള്, മാത്രമല്ല ഇവൾക്ക് എന്തൊക്കെയോ പവറുണ്ട്, ഇവൾ ശരിക്കും ഒരു മോൺസ്റ്റർ ആണ്. നമ്മളുടെ കപ്പലില് ഇവളെ കയറ്റുകയാണെങ്കിൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. ആ സ്പാൻഡം അവ മൈക്കിലൂടെ വിളിച്ചു പറയും, ചെറിയ പെൺകുട്ടിയെ ഒരു കാരണവശാലും കപ്പലിൽ കയറ്റാൻ പാടില്ല. ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്, സോ ഞങ്ങൾക്ക് അവളെയും അറ്റാക്ക് ചെയ്തേ പറ്റൂ. കുഞ്ഞു റോബിനാണെങ്കിൽ വീണ്ടും അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അത് കണ്ട ജയന്റ് അവൻ ഓരോ മിലിറ്ററി ഓഫീസേഴ്സിനെയും അങ്ങനെ അട്ടിച്ച് തെറിപ്പിച്ച് മുൻപോട്ട് കുതിക്കും. പക്ഷെ അവൻ പോലും പ്രതീക്ഷിക്കാതെ സാക്ഷാൽ അവക്കിജി അവൻ അവിടേക്ക് വീണ് ജയന്റിനെ ഇട്ടിച്ച് താഴെയിടുക. അവക്കിജി ജയന്റിനോട് ദേഷ്യപ്പെട്ടു പറയും, ഇത് ഗവൺമെന്റിന്റെ ഓർഡറാണ്, നിനക്കോ എനിക്കോ ഇത് തടയാനായി യാതൊരു അവകാശവും ഇല്ല, സോ ദയവ് ചെയ്ത് നീ ഇനിയും അതിന് ശ്രമിക്കാൻ പാടില്ല. അതിന് ജയന്റ് ഇപ്പോ അവനോട് റിക്വസ്റ്റ് ചെയ്യും, നീ ഇത് കാണുന്നില്ലേ, ഇത് അന്യായമാണ്. ചെറിയൊരു കാര്യം അത് ഊതി വേർപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റി ഈ വോഹാറ ഐലാൻഡ് അത് മുഴുവനായിട്ടും കത്തിയിരിക്കുകയാണ്. നിന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ കണ്ടില്ല എന്ന് അടിക്കാൻ കഴിയുന്നു? അതിന് അവക്കിജി, സ്റ്റോപ്പ് ദ ഫക്ക്, കാര്യങ്ങളെല്ലാം നിനക്കും അറിയാവുന്നതല്ലേ, അവർ ഇല്ലീഗൽ ആക്ടിവിറ്റി അത് ചെയ്തതുകൊണ്ടാണ് ഇപ്രകാരം അത് സ്വീകരിക്കേണ്ടി വന്നത്. ഒരുപാട് തവണ വാണിംഗ് കിട്ടിയിട്ടും അവർ വീണ്ടും റിസർച്ച് കണ്ടിന്യൂ ചെയ്തു. അത് വീണ്ടും മുൻപോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ വലിയ അപകടം ഉണ്ടാവും. ഇപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവർ ഇവാക്യുവേറ്റ് ചെയ്ത ആ ഒരു കപ്പല് അതിപ്പോ കടലിന്റെ ഒത്ത നടുവില് പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. അത് ചെയ്തത് മറ്റൊരു നേവി ചീഫ് ഓഫീസറാണ്. ആള് പറയും, ഇൻ കേസ് ആ ഒരു കപ്പലില് ഏതെങ്കിലും ആർക്കിയോളജിസ്റ്റ് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫ്യൂച്ചറിൽ വലിയ അപകടം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആ കപ്പലും ഞാൻ തകർത്തത്. ഇവിടെ അവക്കിജിക്കാണെങ്കിൽ ആ കാഴ്ച കണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. അവൻ തല താഴ്ത്തി ജയന്റിന്റെ മുൻപിൽ നിൽക്കും. ഐ എം സോറി, അവരിങ്ങനെ ഒരു വലിയ മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ജയന്റ് ഓടി വന്ന് ഇപ്പൊ റോബിനെ അവന്റെ കയ്യിലേക്ക് എടുക്കും. ജയന്റ് പറയും, ഇനി ഇവിടെ നിന്നാ വലിയ ആപത്താണ്, സോ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ജയന്റ് അവളെയും തൂക്കിയെടുത്ത് ഓടാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് അവക്കിജി അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ജയന്റിന്റെ ഒരു കാല് ഉപയോഗിച്ച് അങ്ങനെ ഫ്രീസ് ആക്കും. ജയന്റ് റോബിനോട് പറയും, റോബിൻ, ഞാൻ ഉണ്ടാക്കിയ റാഫ്റ്റിൽ കയറി നീ രക്ഷപ്പെട്, ഇപ്പൊ നീ ഒറ്റയ്ക്കാണ്, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് വേണ്ടി വലിയൊരു ടീം നിന്റെ അടുത്തേക്ക് വരും, അന്ന് അവരോടൊപ്പം നിന്ന് നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീ ചെയ്തു തീർക്കണം. റോബിൻ വീണ്ടും പൊട്ടിക്കരഞ്ഞ് ആ റാഫ്റ്റിന്റെ അടുത്തേക്ക് ഓടും. അപ്പൊ അതേസമയം ലൈബ്രറിയില് അവർ ഓൾമോസ്റ്റ് ബുക്കുകളെല്ലാം തന്നെ ആ ലേക്കിലേക്ക് വലിച്ചെറിയും. പക്ഷെ എന്താ, ആ ലൈബ്രറിയും അതിലുള്ള ആൾക്കാരും അവരെല്ലാവരും അങ്ങനെ തകർന്ന് താഴെ വീഴും. ഇവിടെയാണെങ്കിൽ ജയന്റ് പതിയെ മുഴുവനായിട്ട് ഐസായി മാറി അങ്ങനെ ഫ്രീസായി പോകും. ഇവിടെ റോബിനാണെങ്കിൽ ഓടിച്ചാടി ആ റാഫ്റ്റിന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ അതിന്റെ തൊട്ട് മുന്നിലായി സാക്ഷാൽ അവക്കിജി അവളോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ പോവാണ്, ഒരു കാരണവശാലും
നീ തിരിഞ്ഞു നോക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ശ്രമിക്കരുത്. ഈ ചെറിയ ബോട്ട് അതുപയോഗിച്ച് ഞാനുണ്ടാക്കിയ ഈ ഐസ് വേ അതിലൂടെ നീ പോവുകയാണെങ്കിൽ അടുത്ത ഐലാൻഡിലേക്ക് എത്തും. പറ്റുന്നിടത്തോളം കാലം ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ സേഫായിട്ട് ജീവിക്കണം. ഒരു കാര്യം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിന്റെ ഫ്രണ്ടാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നീ ക്രിയേറ്റ് ചെയ്താ നിന്നെ ആദ്യം പിടിക്കാൻ വരുന്ന എനിമി അത് ഞാനായിരിക്കും. റോബിൻ പതിയെ നടന്ന് ആ ബോട്ടിന്റെ അടുത്തേക്ക് വരും. അവൾ ഒരു സെക്കൻഡ് പ്രൊഫസറിനെയും അവളോട് സ്നേഹം കാണിച്ച ആൾക്കാരെയും ആ ജയന്റ് മാനെയും ഒക്കെ ഓർക്കും. തകർന്ന മനസ്സുമായി റോബിൻ അവൾ ആ ബോട്ടും എടുത്ത് ദൂരേക്ക് നീങ്ങും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മിലിറ്ററി സോൾജേഴ്സ് മുഴുവൻ ആ വോഹാറ ഐലാൻഡിലൂടെ അങ്ങനെ നടക്കുകയാണ്. ആ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും കത്തിക്കരിഞ്ഞ് ഇല്ലാതായി. ആരും ഇപ്പൊ അവിടെ ജീവനോട് കൂടെ ഇല്ല. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം ആ സോൾജേഴ്സ് ശ്രദ്ധിക്കുക. ആ വലിയ ലേക്കിൽ നിറയെ ഒരുപാട് പുസ്തകങ്ങൾ. ഇവിടെ ആ സ്പാൻഡൻ അവൻ പറയും ആ ചെറിയ പെൺകുട്ടി അവളെ രക്ഷപ്പെട്ടു. ചെറിയൊരു ബോട്ട് എടുത്ത് അവൾ പോകുന്നത് ഞാൻ കണ്ടതാണ്. ആ അവിക്കിജി അവനാണ് അവളെ രക്ഷപ്പെടുത്തിയത്. ഉടനെ മെയിൻ ഹെഡ് ആള് പറയും അവളൊരു ചെറിയ പെൺകുട്ടിയാണെങ്കിലും വലിയ അപകടം തന്നെയാണ്. അവളെ കൊണ്ട് പോണോഗ്ലിഫ് ഡീസൈഫർ ചെയ്യാൻ കഴിയും. സോ എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തി കൊല്ലണമെന്ന് അദ്ദേഹം ഒരു ഓർഡർ ഇറക്കും. അങ്ങനെയാണ് 8 വയസ്സിൽ 79 മില്യൺ ബറീസിന്റെ ബൗണ്ടറി ഹോൾഡറായി റോബിൻ മാറിയത്. ഈ ഒരു ന്യൂസ് കാട്ടുതീ പോലെ എല്ലാ ഭാഗത്തേക്കും പടർന്നു. പൈററ്റ്സും നേവി സോൾജിയേഴ്സും അങ്ങനെ എല്ലാവരും റോബിന് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നു കൊണ്ടേയിരുന്നു. പക്ഷെ ഓരോ ഭാഗത്തു നിന്നും അവൾ ബുദ്ധിപരമായി രക്ഷപ്പെട്ടു പോയിക്കൊണ്ടേയിരുന്നു. നേവി ആൾക്കാര് അവരെ ലോകം മുഴുവൻ പറഞ്ഞു പരത്തിയത് റോബിൻ അവളുടെ 8 വയസ്സിൽ 7 നേവി കപ്പൽ തകർത്ത് കളഞ്ഞു എന്നാണ്. നേവി ടീംസ് രാവും പകലും ഇല്ലാതെ അവളെ അന്വേഷിച്ചു. പാവൻ റോബിൻ അവൾ വെയിലത്തും മഴയത്തും മഞ്ഞത്തും ഒക്കെ തന്നെ തന്റെ കുഞ്ഞു ജീവനും കയ്യിൽ പിടിച്ച് ഓടിക്കൊണ്ടേയിരുന്നു. അവൾ അഭയം തേടി ഒരു ഗ്രാൻഡ് മേർ അടുത്തേക്കും അതിനുശേഷം മറ്റൊരു വീട്ടിലേക്കും പോകും. അവിടെയുള്ളവരെല്ലാവരും അവളെ തിരിച്ചറിഞ്ഞ് പണത്തിനു വേണ്ടി അവളെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ എല്ലാ കാര്യങ്ങളും നേരത്തെ മനസ്സിലാക്കിയ റോബിൻ ഓരോ സ്ഥലത്തു നിന്നും നിമിഷ നേരം കൊണ്ട് ബുദ്ധിപരമായി രക്ഷപ്പെട്ടു പോയിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം അഭയം തേടി അവൾ പൈററ്റ്സിന്റെ അടുത്തേക്ക് എത്തും. പക്ഷെ പൈററ്റ്സും അവളെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി അവൾ അവിടുന്നും രക്ഷപ്പെട്ടു പോവും. യാത്രയിലാണ് റോബിൻ ആദ്യമായിട്ട് ഒരു പോണോഗ്ലിഫ് കാണാം. ദിവസങ്ങളും കാലങ്ങളും കടന്നു പോകുന്തോറും റോബിൻ ഇപ്പോ വളർന്ന് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായി തീരും. അവൾ ആരെയും ചതിക്കാനോ ആപ്പിൽ വീഴ്ത്താനോ ശ്രമിക്കില്ല. അവൾക്ക് ഒരേ ഒരു ആഗ്രഹം, അവൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഒരിടം. അത് മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവൾ ക്രൊക്കഡൈലിന്റെ കയ്യിൽ ചെന്ന് പെടുക. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവളിപ്പോ അങ്ങനെ പ്രസന്റിലേക്ക് വരും. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ റോബിൻ അവൾ ക്രൊക്കഡൈലിനോട് പറയും, നീ ബസ്റ്റർ കോൾ ചെയ്താ നിനക്ക് നഷ്ടാകാൻ പോകുന്നത് ഈ ഒരു വലിയ ഐലാൻഡും നിന്റെ അസിസ്റ്റൻസിനെയും അവസാനം നിനക്ക് നിന്നെയും ഉറപ്പായിട്ടും നഷ്ടപ്പെടും. റോബിൻ വീണ്ടും പറയും, ഇപ്പൊ ലൂഫിയും ടീമും എനിക്ക് വേണ്ടി ഇവിടെ വരെ വന്നു. പക്ഷെ ഒരു കാരണവശാലും ലൈഫ് ലോങ് ഇവർക്കെന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും ഗവൺമെന്റിന്റെ അറ്റാക്ക് അതെനിക്ക് നേരെ ഉണ്ടാകാം. സോ ആ സമയത്ത് ഇവരെന്നെ ഒരുപാട് വെറുത്ത് ഇട്ടിട്ട് പോവും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ദയവ് ചെയ്ത് എന്റെ പിന്നാലെ വരരുത് എന്ന് ഞാൻ കാല് പിടിച്ചു പറഞ്ഞത്. ആക്ച്വലി എനിക്ക് നിങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇതെന്റെ വിധിയാണ്. എനിക്കിതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇല്ല. പാങ്കം പൊട്ടിച്ചിരിക്കും. നിനക്കിപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നീ എല്ലാവർക്കും ഒരു തലവേദന തന്നെയായിരിക്കും. കാരണം നിന്നെയും വെച്ചിരിക്കുന്നത് അത് ഗവൺമെന്റ് ആണ്. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ ഉസോപ്പ് അവനൊരു തീ ഗോലി എടുത്ത് ആ ഒരു ഫ്ലാഗ് തന്നെ അങ്ങനെ തകർത്തെറിയാണ്. അത് കണ്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസ് ആവും. ലൂഫി നിലവിളിച്ചു പറയും, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ട്. ഈ ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും റോബിന് വിട്ടു കൊടുക്കില്ല. അപ്പോഴായിരിക്കും റോബിൻ അവൾ തിരിച്ചറിയുക, ആ ജയന്റ് അവസാനമായി പറഞ്ഞതുപോലെ അവൾക്ക് വേണ്ടിയുള്ള ഫ്രണ്ട്സാണ് ഇവര്. റോബിന് വേണ്ടിയുള്ള ഫ്രണ്ട്സാണ് സ്ട്രോ ഹാറ്റ് ലൂഫിയും ടീമും. അവരുറപ്പായിട്ടും അവളെ പ്രൊട്ടക്ട് ചെയ്യും. അടുത്ത സെക്കൻഡ് റോബിൻ അവൾ ഫുൾ പവറിൽ പറയും, എനിക്കും ഇനി മുതൽ ജീവിക്കണം. നിങ്ങളുടെ കൂടെ തന്നെ എന്നെയും കടലിലേക്ക് കൊണ്ടുപോകും. അത് കേട്ട് നമ്മുടെ ആൾക്കാര് അവര് ഭയങ്കര സന്തോഷത്തോടു കൂടെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.